ഹലോ, അപ്പോൾ ഒരു 2-3 മാസത്തിൻ്റെ ഒക്കെ മേലായിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് എന്നും വിചാരിക്കും നാളെ മുതൽ ഡെയിലി വ്ളോഗ്സ് ഒക്കെ എടുത്ത് തുടങ്ങണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പറഞ്ഞ പോലെ പ്ലാനിങ് ഒക്കെ ഡെയിലി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറേ ഇല്ല കേട്ടോ. അതാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുക്കാനിരുന്നപ്പോഴും മനസ്സിലെ പ്ലാനിങ് അത് തന്നെയാണ് കേട്ടോ. ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എത്രത്തോളം അത് പോസിബിൾ ആവും എന്നുള്ളത് യാതൊരു ഉറപ്പില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വളാഞ്ചേരിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ യാരാമാളിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മക്കളെ രണ്ടാളും കൂട്ടി പിന്നെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നതിലും വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് വീട്ടിൽ വന്നാൽ അവിടെ യുദ്ധമായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓൾറെഡി പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ടോയ് വേണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അതങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അവർ കൂട്ടിക്കൊണ്ട് ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് ബഡ്ജറ്റിൽ ഒതുങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ ഉമ്മൻ്റെയും ബ്രദറിൻ്റെയും അടുത്ത് ആക്കിയതിൻ്റെ ശേഷം ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് കണ്ണ് പൊടിയിടാന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ബാറ്റും ബോളും വരുന്ന ഒരു സെറ്റ് കിട്ടിയിട്ടായിരുന്നു. കാരണം രണ്ടാൾക്കും ഒരുപോലെ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അവിടെ ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലാവുമ്പോൾ 2 ഉണ്ട്, രണ്ട് വീതം ഉണ്ട്. അപ്പോൾ പിന്നെ അതങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അത് കൊടുന്നു കൊടുത്തപ്പോൾ രണ്ടാളും ഏകദേശം ഒന്ന് കൂളായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിന് തൊട്ടടുത്തുള്ള ക്ലാസിക് ഹോം ബസാറിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങളും ഉമ്മച്ചിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാട്ടോ ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഇതിന് നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പലരും പല പേരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മക്കളുടെ മുടിയൊന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പോക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ മക്കളുടെ മുടിയൊന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ ആയിട്ടുണ്ടായിരുന്നു 2 പേരുടെയും മുടിയൊന്ന് വെട്ടിച്ചിട്ട്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടും കൂടി ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വളാഞ്ചേരി പട്ടാമ്പി റോഡിലുള്ള ഫെലിക്സിയ എന്ന് പറയുന്ന ഒരു യൂണിസെക്സ് സലോണിലേക്കാണ് കേട്ടോ. നമ്മളിവിടെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി സർവീസാണ് കേട്ടോ ഇവിടെ. അങ്ങനെ മൂത്താൾ പെട്ടെന്ന് തന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ആൾ എത്ര ആയിട്ട് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. മുടി വെട്ടാൻ പോയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്ന. എന്നാൽ പിന്നെ കുറച്ച് നേരം അവൻ അവിടെ ഒക്കെ ഒന്ന് ഓടിച്ചാടി നടക്കട്ടെ, എന്നാൽ പിന്നെ ഒന്ന് സെറ്റായാൽ പിന്നെ മുടി വെട്ടിക്കാലോ എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും മൂപ്പര് വഴങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് 2-3 ആൾക്കാർ കൂടി പിടിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അങ്ങ് മുടി വെട്ടിയിട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ.